പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കുപ്പിക്കുള്ളിൽ ഒരു കടലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീട്ടിലൊക്കെ ചില്ലിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ആരും അത് വെറുതെ പാഴാക്കി കളയണ്ട. അത് വെച്ച് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബോട്ടിൽ ആർട്ട് പോലത്തെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ആരും ചില്ലിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയണ്ട. ചില്ലിൻ്റെ കുപ്പി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില്ലിൻ്റെ കുപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തുരുമ്പ് പിടിക്കില്ല, പിന്നെ ചെതൽ വരില്ല. അപ്പം കുറേ നമ്മളൊരു സാധനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് അത് നിലനിൽക്കും ചില്ലിൻ്റെ കുപ്പിക്കകത്താകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചില്ലിൻ്റെ കുപ്പീൻ്റെ അകത്ത് നമുക്ക് ഈ ചാനലിൽ തന്നെ കുറേ സാധനങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയ കഥ എന്നുള്ളത് നോക്കാം. ഒരു ദിവസം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ നടന്ന് ഇങ്ങനെ പോയപ്പം താണ്ടേ കിടക്കുന്ന ഒരു കുപ്പി. നമുക്ക് ആ കുപ്പീൻ്റെ മുകളിലൊരു എഴുത്തും ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പം ഞാൻ ആ കുപ്പിയെടുത്ത് പുഴയിൽ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി എടുത്ത് അതിൻ്റെ മുകളിൽ ഇനി കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ വീട്ടിൽ വന്ന ബാക്കി ഇവിടെ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് കുപ്പി. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ വെള്ളമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കടല തന്നെ അങ്ങ് ഉണ്ടാക്കി കളയാൻ വിചാരിച്ച്. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ല് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ പറമ്പിലും മുറ്റത്തൊക്കെ ഉള്ള സാധാരണ ചെറിയ പൊടിക്കല്ല്, കുപ്പിക്കകത്ത് കൊള്ളുന്ന കല്ല്, പിന്നെ കുറച്ച് സിമൻറ്റ്, പിന്നെ അത് കൂട്ടാൻ വേണ്ടിയിട്ടൊരു മിക്സ് ചെയ്യാൻ വേണ്ടി കത്തി, അതിനെ മിക്സ് ചെയ്യാൻ കുറച്ച് വെള്ളം, പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ കുറച്ച് മണൽ, പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം, പിന്നെ ഇങ്ങനെ ഒരു കമ്പ്, അറ്റം വളഞ്ഞിട്ടൊരു കമ്പ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് സിമെൻറ്റ് നികത്താനോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കമ്പ് എടുത്ത്, പിന്നെ അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അക്വേറിയത്തിൻ്റെ അകത്ത് വെക്കുന്ന പോലെയുള്ള കുറച്ച് ചെടികൾ ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ കുപ്പീൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ ഈ ചെറിയ കല്ലുകൾ കുറച്ച് ഇടാൻ പോവാണ്. ഇങ്ങനെ നമ്മൾ കല്ലെടുക്കുമ്പോൾ ഈ കുപ്പീൻ്റെ അകത്ത് കൊള്ളാൻ മാത്രം വലിപ്പമുള്ള കല്ലുകൾ എടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഓരോന്ന് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത്രയും കല്ലിട്ട് കഴിഞ്ഞ് ഇനി ഈ പാത്രം എടുത്തിട്ട് നമ്മൾ കുറച്ച് സിമെൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം പകുതിയും സിമെൻറ്റും മണലും എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, നമുക്കൊരു ഇങ്ങനെ ഒഴുകിപ്പോകണ ആ ഒരു ടൈപ്പിൽ കിട്ടാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒഴുകിപ്പോകാൻ പറ്റണ പോലെ അത് കുറച്ച് ടൈറ്റായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുത്ത് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഈ വക്കിനോട് ചേർത്തിട്ട് നല്ല ടൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സിമൻറ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ കമ്പ് ഇങ്ങനെ നേരിട്ട് ചിലപ്പം കയറില്ല, കുറച്ചുകൂടി നീളമുള്ള എടുക്കുക. എന്നിട്ട് ഇതെങ്ങനെ ചെരിച്ച് ആദ്യം അത് അതിനകത്ത് കയറ്റിയിട്ട് പിന്നെ പതുക്കെ നേരെയാക്കി
കുറച്ചുകൂടെ നീളമുള്ള കമ്പ് അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് നമുക്ക് കയറ്റാൻ പറ്റും. എന്നിട്ട് അത് നമ്മൾ അത് സൈഡിലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക, എല്ലാ സ്ഥലത്തും ആക്കുക. പിന്നെ ഏറ്റവും പരമാവധി നമ്മൾ കുപ്പീൻ്റെ മുകളിലേക്ക് സിമെൻ്റൊക്കെ ആകാതെ പരമാവധി ശ്രദ്ധിക്കുക. ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്ക് ആക്കി കൊടുക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മളെ ചെടി എടുത്തിട്ട് അതിന് നീളം കൂടുതലാണെങ്കിൽ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, കുപ്പീൻ്റെ അകത്ത് കുറച്ച് വലിപ്പം മതിയല്ലോ, അപ്പം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് ശരിക്കും ഒരു ഫ്ലവർ വേഴ്സിൻ്റെ അടിയിലുള്ള ഇതാണിത്. അപ്പോൾ ഇത് നമുക്കൊരു ഇതിൻ്റെ അകത്തേക്ക് സിമെൻറ്റ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇനി നമ്മൾ ഇത് നടുവേ ഇങ്ങനെ മുറിക്കുക. ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ മതി ചെറുതായിട്ട്. എന്നാൽ അത് നമ്മളതിൻ്റെ അടിയിൽ സിമെൻറ്റ് വെച്ചിട്ടൊരു ഇതുണ്ടാക്കുമ്പോൾ അത് ഈ കുപ്പീൻ്റെ വായിൻ്റെ അകത്തോടെ ഇറങ്ങിപ്പോകണം. ആ വലിപ്പം നമ്മളൊന്ന് കണ്ടിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. ഇനി ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ അത് പൊളിച്ചെടുത്ത് കളഞ്ഞാൽ അത് സെറ്റായി. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്തിരിക്കുകയാണ്. ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ കഷ്ണം, കാർഡ്ബോർഡ് പെട്ടീൻ്റെ അതിങ്ങനെ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ഒരു കപ്പലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം നമ്മൾ വിചാരിച്ചിട്ട് ഏകദേശം ആ കുപ്പീൻ്റെ അകത്ത് നടുക്കായിട്ടേ ഒരെത്ര വലിപ്പം ഉണ്ടാവും എന്നുള്ള ഒരു മനസ്സിൽ വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു അളവ് എടുത്തിട്ട് മുറിച്ചെടുത്തിട്ട് ഇതിപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഈ കുപ്പീൻ്റെ ഈ ഒരു വലിപ്പത്തിലൊക്കെ ഇത്രയും വലിപ്പത്തിനകത്ത് പിന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ ചെറുതാവുമല്ലോ. അപ്പോൾ ആ ഒരു എൻ്റെ മുകളിൽ വെച്ച് നോക്കുക അതിൻ്റെ ഒരു വലിപ്പം. അതിനേക്കാളും ചെറിയൊരു ഒരെണ്ണം കൂടെ അതേപോലെ തന്നെ മുറിച്ചെടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഈ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പം നമ്മൾ ആ വലിയ വട്ടവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ഈ വട്ടവും കൂടെ ഒട്ടിച്ച് അങ്ങനെ ഈ ചെറിയ വട്ടവും വലിയ വട്ടവും റെഡിയായി. കണ്ടോ, ഇതിൻ്റെ അകത്ത് കൊള്ളണ പോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെയുള്ളൊരു അതിനേക്കാളും കുറച്ചൊരു ചെറിയൊരു വട്ടം. അത്രയും നീളവും വേണ്ട, വീതിയും വേണ്ട. എന്നിട്ട് നമ്മൾ ആ വലിയ വട്ടം എടുത്തിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചിട്ട് കളയുക, ഒരു ചെറിയ കഷ്ണം. കണ്ടോ, ഇത്രയും ഒരു ചെറിയ കഷ്ണം നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ച് കളയുക, ആ വലിയ വട്ടത്തിൻ്റെ. എന്നിട്ട് ചെറിയ വട്ടം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നിങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഏകദേശം ഒരു ഷേപ്പ് മനസ്സിലായില്ലേ. ഇങ്ങനെ വെച്ചിട്ട് ഒരു കപ്പലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെ നിങ്ങൾക്കൊക്കെ വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ഐഡിയക്കൊക്കെ കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മളിനി 2 തീപ്പെട്ടി കമ്പ് എടുത്തിട്ട് ഇത് തമ്മാമിൽ ഈ ചെറിയ വട്ടവും വലിയ വട്ടവും തമ്മാമിൽ കൂട്ടി ഒട്ടിക്കണം. അപ്പോൾ ഇതെടുത്ത് ഇനിയിപ്പം സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ കുറച്ച് സൂപ്പർ ഗ്ലൂവിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അടുത്ത ഒരു തീപ്പെട്ടി കമ്പ് എടുത്തിട്ട് ഇതേപോലെ തന്നെ സൂപ്പർ ഗ്ലൂ ആക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുക. ഇപ്പം ഇതിൻ്റെ 2 സൈഡിലും
ഇതങ്ങനെ ഒരു 2 തീപ്പെട്ടി കമ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ആ ഉണ്ടാക്കിയ ചെറിയ വട്ടം എടുത്തിട്ട് ഇതെങ്ങനെ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഇറക്കി വെച്ചിട്ട് ഇതാ അവിടെ ഇങ്ങനെ സൂപ്പർ ഗ്ലൂ ആക്കി കൊടുക്കുക. 2 സൈഡിലും സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ നടുക്ക് നമുക്കൊരു ഗ്യാപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ പേനയാണ്, അത് നമ്മൾ മുറിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതാ കുറച്ച് നൂലെടുക്കുക. നമുക്ക് ആ നൂല് അതിൻ്റെ മുകളിലൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ആ നൂല് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു ഇതുണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പാട് പോലെ, ഒരു മുറിവ് പോലെ ഉണ്ടാക്കിയിട്ട് ആ നൂലിങ്ങനെ ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് 3 തമ്മിൽ ഇങ്ങനെ ഒന്ന് കൂട്ടിക്കെട്ടണം. അപ്പം ഇങ്ങനെ അത് 3 തമ്മിൽ ഇതുപോലെ ഇങ്ങനെ കൂട്ടിക്കെട്ടിയെടുത്തേക്കാണ്. ഈ 3 നമ്മൾ അതിൻ്റെ കുപ്പീൻ്റെ അകത്ത് ഇതിൻ്റെ ആ ചെറിയ വട്ടമില്ല, അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഈ ചെറിയ വട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും ഈ 3. ഒരു പുകക്കുഴലൊക്കെ ഇല്ലേ, അതുപോലെ കപ്പലിൻ്റെ പുകക്കുഴൽ പോലെ അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ കപ്പൽ ഈ കുപ്പീൻ്റെ ഉള്ളിലേക്ക് ആക്കണം. ഇതിങ്ങനെ മടക്കി എടുത്തേക്കാണ്. ഇതിങ്ങനെ ടൈറ്റാക്കിയിട്ട് ഉള്ളിലേക്ക് തള്ളി വിടുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു വളഞ്ഞ കമ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് അതേപോലെ തന്നെ ഇത് കുറച്ച് വലുതാക്കി വളച്ചെടുക്കാം. നേരെ കയറണമെന്നില്ല. ആദ്യം നമ്മൾ ആ വളഞ്ഞ സ്ഥലം മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റിയിട്ട് പതുക്കെ നിവർത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നീളമുള്ള കമ്പൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. അങ്ങനെ അത് സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ പൈപ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് കറക്റ്റ് ആ കപ്പലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ സിമൻറ്റ് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ നടുക്കുള്ള നമ്മൾ അവിടെ ഇതും വെച്ചിട്ടുണ്ട്, പേനയും അതിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നടുക്ക് കണ്ടോ, അതിൻ്റെ 2 സൈഡിലും കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് തോണി പോലെയൊക്കെ തന്നെ അതിൻ്റെ നടുക്ക് കുറച്ച് കുഴിയായിട്ട് അവിടെ നമ്മൾ ആ പേനയെ അവിടെ സെറ്റാക്കി കൊടുത്തിട്ട് ഇനി ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് കമ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ കപ്പലിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടാവുന്ന കൂട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ കമ്പികളൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ പിടിപ്പിച്ച് കൊടുക്കുന്നത്. കാരണം ഈ കപ്പൽ കടലിൻ്റെ അടിയിലല്ലേ ഉള്ളത്. അപ്പോൾ എന്തായാലും എവിടെ ഇടിച്ചതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുൻവശമൊക്കെ കുറച്ച് താർന്നുണ്ട്. അപ്പോൾ ചെറിയ കമ്പിയൊക്കെ പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. നമ്മളങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പിൽ കുറച്ച് കമ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. സിമൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റൂല. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ഇപ്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിവാക്കി കളയാണ്. വെള്ളം ഒഴിവാക്കി കളഞ്ഞ് നമ്മളിത് എടുത്തു.
ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഈ കപ്പലുണ്ടാക്കാൻ വേണ്ടി വെച്ച കാർഡ്ബോർഡൊക്കെ ഈ 24 മണിക്കൂർ കൊണ്ട് നല്ല കുതിർന്നിട്ടുണ്ടാവും കാർഡ്ബോർഡൊക്കെ. ഇനിയിപ്പോൾ നമ്മളിതങ്ങനെ ഒരു കമ്പി ഇട്ടിട്ട് ഇതെങ്ങനെ ജസ്റ്റ് കുത്തുകയാണെങ്കിൽ നമ്മൾ കപ്പലുണ്ടാക്കാൻ ഉപയോഗിച്ച കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പോരും. ആ കാർഡ്ബോർഡൊക്കെ അതിൻ്റെ അകത്തു നിന്ന് പൊളിച്ച് നമ്മൾ കുപ്പിക്കകത്തു നിന്ന് ഇങ്ങനെ പുറത്തേക്ക് കളയുക. അപ്പോൾ പേപ്പർ ഫുള്ളും പോയി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മൾ സിമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ കപ്പൽ അടിപൊളി സൂപ്പറായി നിൽക്കുന്നുണ്ട്. നമ്മളിതാ കുറച്ച് വൈറ്റ് പെയിൻറ്റ്, റെഡ് പെയിൻറ്റ്, പിന്നെ നമുക്ക് ഒരു ബ്ലൂ കളർ പെയിൻറ്റും ആവശ്യമായിട്ടുണ്ട്. അപ്പം നമ്മൾ പെയിൻ്റൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് ഉപയോഗിക്കുക. കാരണം അതിൻ്റെ അകത്ത് അതെല്ലാം നന്നായിട്ടൊന്ന് വെച്ച് കുറേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് പല പല ലെയറാകും. അപ്പം നമ്മൾ അതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുലുക്കി എടുത്തിട്ട് കുപ്പീൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ചില്ലിൻ്റെ മുകളിലോട്ടൊക്കെ പരമാവധി ആകാതെ സാവകാശം ക്ഷമയോടെ ശ്രദ്ധിച്ചൊഴിക്കുക. മറ്റേതാ നമ്മൾ തന്നെ ഇതിങ്ങനെ കുപ്പി ഇങ്ങനെ ചെരിച്ച് പതുക്കെ ഇങ്ങനെ ഒലിച്ച് എല്ലാ സ്ഥലത്തേക്കും ആകുന്ന പോലെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ചെരിച്ച് തിരിച്ചൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആക്കുക. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെരിച്ച് കൊടുത്താൽ ഇതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് എല്ലാ സ്ഥലത്തേക്കും ആയിക്കോളും. പിന്നെ ഇതിങ്ങനെ ഒരു ബ്രഷ് നമ്മൾ ഇതങ്ങനെ ഒടിച്ചെടുത്തേക്കാണ്. എന്നിട്ട് ഇതങ്ങനെ ഒരു കമ്പീൻ്റെ അറ്റത്ത് നമ്മൾ കയറ്റിയൊക്കെയാണ്. ഇനി നമ്മളിതിങ്ങനെ ഇട്ടിട്ട് എവിടെയെങ്കിലൊക്കെ കുറച്ചൊക്കെ ആകാത്ത പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ ടച്ച് ചെയ്യണമെങ്കിലൊക്കെ ഇതാ ഇങ്ങനെ ബ്രഷിട്ട് ടച്ച് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ചെടീൻ്റെ അടിയിൽ വെച്ച സിമെൻറ്റിൻ്റെ മുകളിൽ നമ്മളിതാ ഇങ്ങനെ നീല കളർ തന്നെ അടിച്ചു കൊടുക്കുകയാണ്. മൂന്ന് ചെടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 3 ചെടീൻ്റെയും സിമെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ നീല കളർ അടിച്ച് കഴിഞ്ഞ് ഇതാ ഇപ്പോൾ ഇതിൻ്റെ അകത്തെ സ്ഥിതി ഇതാണിപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ റെഡ് കളറ് ആണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കപ്പലിൻ്റെ മുകളിൽ. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ബ്രഷ് എടുത്ത് ശ്രദ്ധിച്ച് കുപ്പീൻ്റെ അകത്തൂടെ ഉള്ളിലേക്ക് കയറ്റി ഇതാ ഇങ്ങനെ കപ്പലിന് മുകളിൽ അടിച്ചു കൊടുക്കണം. വേറെ എവിടെയും റെഡ് ആകാണ്ട് വളരെ സാവകാശം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം അതിൻ്റെ ചില്ലിൻ്റെ മുകളിലൊന്നും തട്ടാതെ അതിൻ്റെ അകത്ത് പോയിട്ട് ഇങ്ങനെ പതുക്കെ ഈ റെഡ് കളർ ഇങ്ങനെ കപ്പലിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മളിതിങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തെ സ്ഥിതി. പിന്നെ ഇപ്പം നമ്മളടുത്ത വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ പോവാണ്.
ഇതുപോലെ തന്നെ വേറെ എവിടെയും തട്ടാണ്ട് ശ്രദ്ധിച്ച് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ നടുവിൽ നമ്മൾ ആ കുഴി പോലെയുള്ള അവിടെയും ആ പുകക്കുഴലിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ചെടി ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കണം. അപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ സിമെൻറ്റ് പകുതി സിമെൻറ്റും പകുതി മണലും മിക്സ് ചെയ്ത് എടുത്ത് അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. സിമെൻറ്റ് എല്ലാം സിമെൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ അകത്ത് സെറ്റായിക്കോളും. ഇതാ ഇങ്ങനെ കുപ്പീൻ്റെ അകത്തൂടെ ഉള്ളിലേക്ക് ഇറക്കി ഇനി നമ്മളിങ്ങനെ ഒരു കമ്പീൻ്റെ കഷ്ണം എടുത്തിട്ട് കറക്റ്റ് ഉള്ളിലേക്കാക്കി സെറ്റാക്കി വെക്കുക. അങ്ങനെ 3 ചെടിയും വെക്കുക. അങ്ങനെ ഇതാ നമ്മൾ 3 ചെടിയും ഇതിൻ്റെ അകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം. ഇത് ഉണങ്ങാൻ വേണ്ടി നല്ല സമയമെടുക്കും. ഇപ്പോൾ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 48 മണിക്കൂർ കഴിഞ്ഞപ്പം ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ചിലപ്പം ഇത് ഉണങ്ങാൻ വേണ്ടി 48 മണിക്കൂറിലും കൂടുതലൊക്കെ എടുക്കും. അപ്പം നമ്മൾ ഉണങ്ങിയെന്നുള്ളത് ഒന്ന് നോക്കുക ഇടയ്ക്ക്. ചിലപ്പോൾ 48 മണിക്കൂറിലും കൂടുതലൊക്കെ എടുക്കും ഉണങ്ങാൻ. ഇതെങ്ങനെ ഫുള്ളും വെള്ളം നിറച്ച്, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് മീനൊക്കെ ഇടുന്നതുകൊണ്ട് മീനിനൊക്കെ പെയിൻ്റൊക്കെ ഭയങ്കര പ്രശ്നമാകും, മീനൊക്കെ ചത്തുപോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു തുള്ളി പോലും പെയിൻറ്റ് ഇളകുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ വെള്ളം നിറച്ച് കുറച്ച് സമയം ഒരു 3-4 മണിക്കൂർ വെച്ച് ഒഴിവാക്കി കളഞ്ഞിട്ട് പിന്നെയും വെള്ളം നിറച്ച് ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാ നമ്മളിപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇതെങ്ങനെ കളറുള്ള കല്ലുകൾ, ചെറിയ കല്ലുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതെങ്ങനെ കല്ലുകൾ കുപ്പീൻ്റെ അകത്തേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കല്ലുകൾ കുപ്പീൻ്റെ അകത്ത് കൊള്ളുന്നത് എടുത്തിട്ട് കുപ്പീൻ്റെ അകത്തേക്കായിട്ട് ഇനി നമുക്ക് സൈഡിലേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു കമ്പി എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ വെള്ളത്തിൻ്റെ അകത്തായതുകൊണ്ട് സിമ്പിളായിട്ട് അത് മൂവ് ആയിക്കോളും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി ഓരോരോ സൈഡിലേക്കൊക്കെ ആക്കിയിടുക. നമുക്ക് ഓരോരോ സൈഡുകളിലേക്ക് എങ്ങോട്ടാണോ കല്ല് വേണ്ടത് അങ്ങോട്ട് ഇതാ ഇങ്ങനെ കമ്പി ഉപയോഗിച്ച് മാറ്റാം. ഇതെങ്ങനെ ഇതാ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം നമ്മൾ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു അടപ്പ് വേണം. അപ്പോൾ അടപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന കൂട്ടുള്ള ഒരു കവറാണിത്. അപ്പോൾ നമ്മളതിങ്ങനെ മടക്കിയെടുത്ത്
ഇനി നമ്മളിത് വെച്ചിട്ട് ഇതിനൊരു അടപ്പുണ്ടാക്കണം. കാരണം മീൻ ഇടുമ്പോൾ നമുക്കതിന് ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കൂട്ടൊരു അടപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മുകളിൽ വെച്ചിട്ട് ഇനി ടേപ്പ് എടുത്തിട്ട് ചുറ്റിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നമ്മളിതിങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ഇതാ ടേപ്പ് എടുത്ത് അങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക. ഇതൊക്കെ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ഇതങ്ങനെ ഈ പുറത്തേക്കുള്ള ബാക്കി വരുന്ന ഇതൊക്കെ കട്ട് ചെയ്ത് കളയുക. ആവശ്യമില്ലാതെ പുറത്തേക്ക് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുക. അപ്പം നമ്മുടെ അടപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മൾ സൂപ്പറായിട്ടുണ്ട് അടപ്പ്. ഇതിലൂടെ ഇറക്കി കയറിക്കുള്ള ഹോളിൽ കൂടെ. ഇനിയിപ്പോൾ നമ്മൾ മീനെ എടുത്തിട്ട് ഈ കുപ്പീൻ്റെ അകത്തേക്ക് ഇടാൻ പോവാണ്. മീനെ എടുത്ത് കുപ്പീൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാ കുപ്പീൻ്റെ അകത്ത് മീനൊക്കെ കാണില്ലേ? ഇതാ മീനുകളുണ്ട്. ഇനി ഇതാ ഇങ്ങനെ ഒരു മാല എടുത്തിട്ട് ഇതാ ഇതിപ്പം പറയുകയാണെങ്കിൽ മുത്ത് ചിപ്പി മുത്ത് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഈ മുത്തുമാല. അപ്പോൾ നമ്മളിങ്ങനത്തെ എന്തെങ്കിലും ഒരു അതുമായിട്ട് ബന്ധമുള്ള കൺസെപ്റ്റുള്ളൊരു മാല എന്തെങ്കിലും വാങ്ങി ഇതെങ്ങനെ ഇതിൻ്റെ കുഴേൻ്റെ അവിടെ കെട്ടിക്കൊടുക്കുക. ഇതാ സെറ്റായിട്ടുണ്ട് നമ്മുടെ കുപ്പിക്കുള്ളിലെ കടൽ.